മിഡിൽ ഈസ്റ്റിലെ സംഘർഷാവസ്ഥ ശാന്തമായി തുടരുകയാണ്. പ്രതിസന്ധികൾക്കിടയിൽ ഇത് ആശ്വാസ വാർത്ത എത്തിയിരിക്കുകയാണ്. UAE വ്യോമാതിർത്തിയിൽ ഏർപ്പെടുത്തിയ നിയന്ത്രണങ്ങൾക്ക് മാറ്റം. വിമാന സർവീസുകൾ പഴയപടിയാകുന്നതിന്റെ ഭാഗമായി എമിറേറ്റ്സ്, എയർ ഇന്ത്യ, ഫ്ലൈ ദുബായ് എന്നീ എയർലൈനുകൾ പുതിയ യാത്രാ മാർഗനിർദ്ദേശങ്ങൾ പുറത്തിറക്കി. പശ്ചിമേഷ്യൻ യുദ്ധം അശാന്തമായി തുടരുകയാണ്. ഇന്ന് ഗൾഫ് മേഖലയിലെ സാഹചര്യങ്ങൾ അതിസങ്കീർണമാണ്. പ്രത്യേകിച്ച് UAE വ്യോമാതിർത്തിയിൽ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയത് യാത്രക്കാരെ സംബന്ധിച്ച് വലിയ ബുദ്ധിമുട്ടിലേക്ക് തന്നെയാണ് തള്ളിവിട്ടത്. വിമാന സർവീസുകളിൽ കൂട്ടത്തോടെ വന്ന മാറ്റങ്ങൾ പലരെയും പ്രതിസന്ധിയിലാക്കിയിരിക്കുകയാണ്. എന്നാൽ ഇപ്പോൾ ഇതാ ഒരു സന്തോഷ വാർത്ത എത്തിയിരിക്കുന്നു. എന്നാൽ ഇപ്പോൾ UAE വ്യോമാതിർത്തി ഭാഗികമായി തുറന്നു. ഇപ്പോഴിതാ ആഴ്ചകൾക്ക് ശേഷം വീണ്ടും വിമാന സർവീസുകൾ പഴയപടിയാകുന്ന സൂചനകളാണ് ലഭിക്കുന്നത്. ഇതിന്റെ ഭാഗമായി എമിറേറ്റ്സ്, എയർ ഇന്ത്യ, ഫ്ലൈ ദുബായ് തുടങ്ങിയ പ്രമുഖ എയർലൈനുകളെല്ലാം പുതിയ യാത്രാ മാർഗനിർദ്ദേശങ്ങളാണ് യാത്രക്കാർക്കായി പുറത്തിറക്കിയിരിക്കുന്നത്. നാട്ടിലേക്ക് പോകാനായി കാത്തുനിന്നവർക്ക്, പ്രത്യേകിച്ച് പ്രവാസികൾക്ക് ഇതൊരു ആശ്വാസം നൽകുന്ന വാർത്ത തന്നെ. നിങ്ങൾ യാത്രകൾക്കായി ടിക്കറ്റ് ബുക്ക് ചെയ്തവരാണോ അതോ പുതിയ യാത്ര പ്ലാൻ ചെയ്യുന്നവരാണോ എങ്കിൽ ഇക്കാര്യങ്ങൾ ശ്രദ്ധിക്കണം. നിലവിലെ സാഹചര്യത്തിൽ എമിറേറ്റ്സ് എയർലൈൻ ഇതുവരെ നിലവിൽ കുറഞ്ഞ വിമാന ഷെഡ്യൂളുകൾ മാത്രമാണ് നടത്തുന്നത്. എന്നാൽ സാഹചര്യങ്ങൾ നിരീക്ഷിച്ചുകൊണ്ട് മാത്രമാണ് കൂടുതൽ വിമാന സർവീസുകൾ അവർ നടത്തുകയുള്ളെന്നും അറിയിച്ചു. എമിറേറ്റ്സിൽ യാത്ര ചെയ്യാൻ പ്ലാൻ ചെയ്തവരാണെങ്കിൽ പ്രധാനമായും ചില കാര്യങ്ങൾ ഓർക്കണം. എയർപോർട്ടിലേക്ക് പോകുന്നതിനു മുമ്പ് നിങ്ങളുടെ ഫ്ലൈറ്റ് സ്റ്റാറ്റസ് ഓൺലൈനായി പരിശോധിക്കണമെന്ന് കമ്പനി നിർബന്ധമായും പറയുന്നു. ഫെബ്രുവരി 28-നും ഏപ്രിൽ 30-നും ഇടയിൽ യാത്ര ചെയ്യാൻ ടിക്കറ്റ് എടുത്തവർക്ക് ജൂൺ 15 വരെ യാതൊരു അധിക ചാർജും ഇല്ലാതെ റീബുക്ക് ചെയ്യാൻ നിങ്ങൾക്ക് സാധിക്കും. കൂടാതെ ഏപ്രിൽ 2 മുതൽ ടിക്കറ്റ് എടുത്തവർക്ക് ഫ്രീ ഡേറ്റ് ചേഞ്ച് സൗകര്യം കമ്പനി ഒരുക്കുന്നുണ്ട്. എന്നാൽ ദുബായിലെ സിറ്റി ചെക്ക് ഇൻ സെന്ററുകൾ ഇപ്പോൾ താൽക്കാലികമായി അടച്ചിട്ടിരിക്കുകയാണെന്ന പ്രത്യേക കാര്യം ശ്രദ്ധിക്കണം. എയർ ഇന്ത്യ ഏപ്രിൽ 4 ശനിയാഴ്ച പശ്ചിമേഷ്യയിലേക്ക് ഏകദേശം 42 സർവീസുകളാണ് ഉദ്ദേശിച്ചിരിക്കുന്നത്. ദുബായ്, അബുദാബി, ഷാർജ, റാസൽ ഖൈമ എന്നിവിടങ്ങളിലേക്കാണ് പ്രത്യേക സർവീസുകൾ ഉണ്ടാകുക. കൂടാതെ ഡൽഹി, കൊച്ചി, കോഴിക്കോട് സെക്ടറുകളിൽ എയർ ഇന്ത്യ എക്സ്പ്രസ് വിമാനങ്ങൾ സർവീസ് നടത്തുന്നതായും നിലവിലെ റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു. കൂടാതെ റീഫണ്ട് ഓപ്ഷനും ഇപ്പോൾ കമ്പനി വാഗ്ദാനം ചെയ്യുന്നു. അതായത് ടിക്കറ്റ് റദ്ദാക്കപ്പെട്ടവർക്ക് വെബ്സൈറ്റ് വഴി ഫുൾ റീഫണ്ട് നേടാൻ സാധിക്കും. നിങ്ങളുടെ കോൺടാക്ട് വിവരങ്ങൾ എയർലൈൻ സൈറ്റിൽ കൃത്യമാണെന്ന് ഉറപ്പുവരുത്തേണ്ട ആവശ്യം മാത്രമാണ് അതിനുള്ളത്. കാരണം നിങ്ങളുടെ കോൺടാക്ട് വെച്ചാണ് കമ്പനി ഫോണിലൂടെയോ ഇമെയിൽ വഴിയോ നേരിട്ട് വിളിക്കുക. അതേസമയം ഫ്ലൈ ദുബായ് യാത്രക്കാർ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം, വിമാനങ്ങളുടെ റൂട്ട് മാറ്റിയത് കാരണം യാത്രാ സമയം വർദ്ധിക്കാൻ സാധ്യതയുണ്ട്. അതുപോലെ ട്രാൻസിറ്റ് യാത്രക്കാർക്ക് കണക്ഷൻ ഫ്ലൈറ്റുകൾക്കായി കൂടുതൽ സമയം കാത്തിരിക്കേണ്ട സാഹചര്യവും ഉണ്ടായേക്കാം. ഷാർജയിൽ നിന്ന് എയർ അറേബ്യ പരിമിതമായ സർവീസുകളാണ് ഇപ്പോൾ നടത്തിവരുന്നത്. കൂടാതെ വിമാനങ്ങൾ റദ്ദാക്കിയവർക്ക് വൗച്ചറുകളോ റീബുക്കിംഗ് ഓപ്ഷനോ അവർ നൽകി വരുന്നുണ്ടെന്നാണ് കമ്പനി അധികൃതരുമായി ബന്ധപ്പെട്ട റിപ്പോർട്ടുകൾ പുറത്തുവരുന്നത്. മറ്റൊരു കാര്യം, നിലവിൽ അന്താരാഷ്ട്ര എയർലൈനുകൾ പലതും ഗൾഫ് റൂട്ടുകൾ ഒഴിവാക്കി മറ്റു വഴികളിലൂടെയാണ് സർവീസ് നടത്തുന്നത്. എന്തായാലും മിഡിൽ ഈസ്റ്റിലെ സംഘർഷാവസ്ഥ അശാന്തമായി തുടരുമ്പോൾ പ്രതിസന്ധികൾക്കിടയിൽ ഈ വരുന്ന ആശ്വാസ വാർത്ത ശരിക്കും പറഞ്ഞാൽ യാത്രകൾക്ക് പ്ലാൻ ചെയ്തവർക്ക് വലിയൊരു ആശ്വാസം തന്നെയാണ് നൽകുന്നത്. ന്യൂസ് ഡെസ്ക് സീ മലയാളം ന്യൂസ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.